എഡിറ്റോറിയൽ ബേസ്ഡ് വൊക്കാബുലറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ നവംബർ 17, 2020 ഹിന്ദുവിലെ ഒരു എഡിറ്റോറിയൽ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, അഥവാ സ്ലൈഡാണ് ഇത്. ഇതിൽ മെയിനായിട്ട് അതിലുള്ള ഒരു എഡിറ്റോറിയലിൻ്റെ പേരാണ് ദ റൈറ്റ് ലെസൺ ഫ്രം പുൽവാമ ആൻഡ് ബാലാകോട്ട് എന്നുള്ളത്. ദ റൈറ്റ് ലെസൺ ഫ്രം പുൽവാമ ആൻഡ് ബാലാകോട്ട് എന്നുള്ള ഒരു എഡിറ്റോറിയലത്തെ വൊക്കാബുലറിയാണ്. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിലെ തന്നെ എക്സാമ്പിൾസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വൊക്കാബുലറി വിത്ത് പിക്ചർ ആണ് ഇതിലുള്ളത്. വൊക്കാബുലറി വിത്ത് പിക്ചേഴ്സസ് ആണ്. പിക്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാനും അത് ഓർത്തിരിക്കാനും സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. എക്സ്ട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എസ്കേപ്പ് ആയി എന്നുള്ളതാണ്. എന്താണ്? ടു എസ്കേപ്പ് ഓർ എനേബിൾ എസ്കേപ്പ് ഫ്രം എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആയതിൻ്റെ അവസ്ഥയാണ് എക്സ്ട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. ഇമേജ് കണ്ടാൽ അറിയാം, ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള മീനിങ് ആണ് വരുന്നത് എക്സ്ട്രിക്കേറ്റ്. ഓക്കെ, ടേക്കിംഗ് അബൌട്ട് യുവർ സെൽഫ് ഇൻ എ വെരി പ്രൗഡ് വേ. പൊങ്ങച്ചം പറയണ അവസ്ഥ, നമ്മളെ പറ്റിയിട്ട് നമ്മൾ പൊക്കിയടിക്കുന്നതിൻ്റെ അവസ്ഥ തന്നെയാണ് ബോസ്റ്റ്ഫുൾ എന്ന് പറയുന്നത്. ബോസ്റ്റ്ഫുൾ ആണ് ഉണ്ടാ പൊക്കിയടിക്കുകയാണ്, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ ഇതാണ് എന്നൊക്കെ പറയുന്നതാണ് ബോസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അട്രൻസ് പറഞ്ഞാൽ നമ്മൾ വിളിച്ച് പറയുക, അതാണ് എക്സ്പ്രസിങ് വേർഡ് ആക്ട് ഓർ എക്സ്പ്രസിങ് വേർഡ് ഉണ്ടോ. അട്ടറൻസ് പറഞ്ഞാൽ ആക്ട് ഓഫ് എക്സ്പ്രസിങ് സംതിങ് ഇൻ എ വേർഡ്സ് എന്നുള്ളതാണ് അട്ടറൻസ്. സ്ട്രെയിറ്റ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എ തിങ് ദാറ്റ് സ്റ്റോപ്സ് ഗ്രോയിങ് ഓർ ഡെവലപ്പിംഗ്. ഡെവലപ്പ് ചെയ്യുന്നതും അതേപോലെ വലുതാവുന്നതിനും അഥവാ ഡെവലപ്പ് ചെയ്യുന്നതിനും ഇടുക എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ജാക്കറ്റ്സ് എന്നുള്ളത്. അതാണിത് ഉണ്ടാ സ്ട്രെയിറ്റ് ജാക്കറ്റ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ജസ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് മീനിങ്. ബോസ്റ്റ്ഫുൾ പറഞ്ഞാൽ പൊങ്ങച്ചം അടിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അട്രൻസ് പറഞ്ഞാൽ നമ്മൾ വേർഡ് പറയുന്ന കാര്യം തന്നെയാണ്. എക്സ്പ്രസിങ് സംതിങ് ഇൻ വേർഡ്സിൽ നമ്മൾ കാര്യം പറയുക എന്നുള്ളതാണ് അട്രൻസ് എന്നതാണ് അർത്ഥം. സ്ട്രെയിറ്റ് ജാക്കറ്റ് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിനെ തടയിടുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് സംതിങ് ഫ്രം ഗ്രോയിങ് ഓർ ഡെവലപ്പിംഗ്. ഓക്കെ, ആ എഡിറ്റോറിയലിലെ എക്സാമ്പിൾസ് ആണ്. The event of 2019 need to be extricated from the electoral straitjacket and boastful political utterance. എന്താന്ന് മനസ്സിലായല്ലോ? 2019 എലക്ഷനിൽ നമ്മൾ എന്താണ് പാർട്ടി ജയിച്ചില്ലേ, BJP ജയിച്ചില്ലേ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എസ്കേപ്പാണ്. എന്തുകൊണ്ട്? ഡെവലപ്മെൻറ്റിനെ തടയിടുന്നതായതുകൊണ്ടും പൊളിറ്റിക്കൽ അട്ടറൻസ് കാരണവുമാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത് എന്ന് ഇതാണ്. ഓക്കെ, അതാണ് സംഭവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ ഇവന്റ് ഓഫ് February 2019 നീഡ് ടു ബി എക്സ്ട്രിക്കേറ്റഡ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ജസ്റ്റ് എസ്കേപ്പ് ചെയ്തതാണ്. ഇലക്ടോറിയൽ സ്ട്രെയിറ്റ് ജാക്കറ്റ് ആൻഡ് ബോസ്റ്റ്ഫുൾ പൊങ്ങച്ചമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള അട്ടറൻസ് പ്രകാരമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് എക്സ്ട്രോയിസിസ്റ്റ്. ഇത് പറഞ്ഞാൽ എന്താണ്? ബോഡിയിൽ നിന്നിട്ട് സ്പിരിറ്റിനെ പുറത്ത് കളിക്കുക. ലിവിങ് പ്ലേസ് സംതിങ് ബൈ ബോഡി ബൈ സ്പെഷ്യൽ പ്ലേ ഓർ മാജിക്. അതാണ് എന്താ? ഈവിൾ സ്പിരിറ്റിനെ എന്താണ് പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളതാണ് എക്സ്ട്രോറിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സ്പെല്ലിങ്ങിൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇമേജ് കണ്ടാലും അറിയാം ഉണ്ടോ. നമ്മൾ മന്ത്രവാദികളെ കൊണ്ട് മേലുന്ന് ഈവിൾസിനെ ചാടിക്കുന്ന പരിപാടിയാണ് നമ്മൾ എക്സ്ട്രോസൈഡ് എന്ന് പറഞ്ഞാൽ, എക്സ്ട്രോസൈഡ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഇതിലത് ഹിന്ദുവിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ല ക്വസ്റ്റ്യൻ അല്ല, ആ സെൻറ്റൻസ് തന്നെ കോപ്പി അടിച്ചാണ്. The ghost of Pulwama and Balakot picture have exorcised nearly 20 months after the twin event of 2019. Okay. Appraisal എന്നാൽ എന്താ? അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വേർഡ് അപ്രൈസൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ട് ഓഫ് അസസിങ് സംതിങ് ഓർ സംവൺ. അസസ് ചെയ്യുക എന്നുള്ളതാണ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? അസസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. റിവൈവൽ എന്ന് പറഞ്ഞാൽ എന്താ? രോഗം മാറിയിട്ടുള്ള അവസ്ഥ. എന്താണ്? ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ കണ്ടീഷൻ, സ്ട്രെങ്ത് ഓർ ഫോർച്യൂൺസ് ഓഫ് സംതിങ് ഓർ. ഓക്കെ, രോഗം മാറി റിവൈവ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ? രോഗത്തിൽ നിന്ന് റിവൈവ് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരിക എന്നുള്ളതാണ്. എന്താണ്? ഒരു ബാഡ് കണ്ടീഷനിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഓക്കെ, അത് ക്യാൻസർ പേഷ്യൻ്റ് റിവൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് കൊടുത്തതാണ്. ഉണ്ടോ? ദ റിവൈവൽ ഓഫ് പുൽവാമ ആൻഡ് ബാലാക്കോട്ട് പ്രൊവൈഡ് us with an opportunity for an honest appraisal of the incident. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അസസ് ചെയ്യുക ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട്. റിവൈവൽ എന്ന് പറഞ്ഞാൽ എന്താ? രോഗം. ഫോക്കസ് റിവൈവൽ, ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഓക്കെ ആണ്. സെമിനാറി എന്ന് പറഞ്ഞത് സെമിനാറി പറഞ്ഞാൽ ഈ പ്രീസ്റ്റുകൾ പഠിക്കുന്ന കോളേജിനാണ്, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കോളേജിനാണ് സെമിനാറി എന്ന് പറയുന്നത്. ഉണ്ടോ? പ്രീസ്റ്റുകൾ ട്രെയിൻ ഉണ്ടോ? ഇമേജ് കണ്ടാൽ അറിയാം. പ്രീസ്റ്റുകളെ ട്രെയിൻ ചെയ്യുന്ന കോളേജാണ് ഇത്. അതേമാതിരി തന്നെ അതിന് ആ എഡിറ്റോറിയൽ നിന്ന് കോപ്പി ചെയ്തതാണ്. A day early, the Indian Air Force had targeted seminary at Balakot in the Khyber Pakhtunkhwa province of Pakistan, avenging the suicide car bomb in Pulwama 12. അവഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രതികാരം വിട്ടുക. പ്രതികാരത്തിൻ്റെ വേറൊരു വേർഡാണ് റിട്ടാലിയേറ്ററി എന്നുള്ള വേർഡും അവഞ്ചിങ്ങിൻ്റെ വേറെ. സെമിനാറി എന്ന് പറഞ്ഞാൽ അതിൽ പ്രീസ്റ്റ് എന്നുള്ളതല്ല, അവിടെയുള്ള വേറൊരു മതപഠന ശാലമായിട്ടുള്ളൊരു സാധനത്തിൽ ബോംബിട്ടു എന്നുള്ളതായിരിക്കും. ഓക്കെ, അവഞ്ചിങ് ദ സൂയിസൈഡ് കാർ ബോംബ് ഓഫ് പുൽവാമ 12 days at the lead death 40 സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സസ്. പുൽവാമ അറ്റാക്ക് നടന്ന ഇതിൻ്റെ പ്രതികാരമായിട്ടാണല്ലോ ബാലാക്കോട്ടിൽ ഏത് സ്ഥലത്താണ് ഇട്ടത്? സിമാൻഡറി അറ്റ് എന്നുള്ള ഒരു കണ്ടീഷനാണ് സെമിനാറി. എൻസൂയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് നടന്നു, അതിൻ്റെ ഫലമായിട്ട് അടുത്ത ഇവന്റ് നടക്കുക. ഓക്കെ, ഹാപ്പൻസ് ആഫ്റ്റർ ആസ് എ റിസൾട്ട് ഓഫ് അനദർ ഇവന്റ്. ഒരു ഇവന്റിന്റെ റിസൾട്ടായിട്ട് അടുത്ത ഇവന്റ് നടക്കുന്നതിനാണ് എൻസൂയിങ് എന്ന് പറയുന്നത്. എൻസൂയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് നടന്നിട്ട് അതിൻ്റെ അടുത്ത ഇതായിട്ട് നടക്കുന്ന ഇവന്റിനാണ്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത്. റിപ്പോസേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോസേറ്റ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് ആൻഡ് ക്ലവർ റാപ്പിഡ് ടു ഇൻസൾട്ട് ഓർ ക്രിറ്റിസിസം. ഓക്കെ, ക്യുക്കായി ക്ലവറായിട്ട് ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്യുക്ക് റെസ്പോൺസ് എന്നുള്ള ഒരു മീനിങ്ങും ഇത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. ഓക്കെ, ക്യുക്ക് റെസ്പോൺസ് എന്നുള്ള an action that take places in response to something that has happened. ഓക്കെ, ഉണ്ടോ? ഇതുണ്ടോ? ഈ ഫൈറ്റിൽ ക്യുക്ക് റെസ്പോൺസ് അല്ലേ ഉണ്ടാവുന്നത് എല്ലാ കാര്യത്തിനും. അതാലോചിച്ചാൽ മതി. റിപ്പോസായി. ഓക്കെ, റിപ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഓക്കെ, ഇത് ആദ്യത്തേതാണ്. On the morning of February 2027, the Pakistan Air Force attempted to reposit in Jammu and Kashmir. Ensuing the aerial combat, Wing Commander Abhinandan Varthaman was captured by the Pakistan military എന്നുള്ളതാണ്. ഇതിൻ്റെ ക്വിക്ക് റെസ്പോൺസ് ആയിട്ടാണ് ജമ്മു കാശ്മീരിൽ
എൻസൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഫലമായിട്ടാണ് വിങ് കമാൻഡറിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്, ഇത് അഭിനന്ദൻ വർത്തമാനെ. എൻസൂയിങ്. ഓക്കെ, ക്വിക്ക് റെസ്പോൺസ്. അടുത്ത വേർഡാണ് അബ്സ്കോണ്ടിങ്. അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ മാറ്റാൻ വേണ്ടി നിൽക്കുന്ന അവസ്ഥ. പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് പെർമിഷൻ ഇല്ലാതെ മുങ്ങുന്ന അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത്. To live secretly and take without you something, especially money, and that does not belong to you. അടിച്ചു മാറ്റി മുങ്ങുക ആണ് അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ to escape from a place that were not allowed to live without permission. പെർമിഷൻ ഇല്ലാതെ മുങ്ങുന്നതിനെയാണ് അബ്സ്കോണ്ടിങ്, അല്ലെങ്കിൽ അടിച്ചു മാറ്റി മുങ്ങുന്നതിനെയാണ് അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ്. Devendra Singh was posted in Pulwama from May 2017 August 2018, and he was caught transporting two absconding military to Delhi in his private car early this days. കണ്ടോ, മിലിറ്റൻസസ് മുങ്ങാൻ നോക്കിയപ്പോൾ പിടിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. മിലിറ്റൻസ് അബ്സ്കോണ്ട് ചെയ്യുമ്പോൾ പിടിച്ചു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അൺഫ്ലറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഅട്രാക്റ്റീവ് ആക്കുക. വേഴ്സ്റ്റ് ഓർ ലെസ് അട്രാക്റ്റീവ് ദാൻ റിയലി ഉള്ളതിൽ അൺഅട്രാക്റ്റീവ് ആക്കാൻ നോക്കുന്ന അവസ്ഥയാണ് അൺഫ്ലറ്ററിങ് എന്ന് പറയുന്നത്. കണ്ടാ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടാ, നല്ല വൃത്തിയുള്ള ഒരു കുട്ടിയായിരുന്നു, അതിൽ ഇതൊക്കെ വന്നിട്ട് ബോറാവുന്ന അവസ്ഥയാണ്, ലെസ് അട്രാക്റ്റീവ് ആവുന്ന അവസ്ഥയാണ്. ഓക്കെ, ഫുംബ്ലിങ് എന്ന് പറഞ്ഞാൽ അൺസർട്ടൈൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഫുംബ്ലിങ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ് അല്ലെങ്കിൽ എസിറ്റേറ്റഡ് ആയ അവസ്ഥയാണ് ഫുംബ്ലിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുംബ്ലിങ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള അവസ്ഥ. ബുംബ്ലിങ് എന്ന് പറഞ്ഞാലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. മേക്കിംഗ് കെയർലെസ് മിസ്റ്റേക്സ്, ചെറിയ മിസ്റ്റേക്സസ് ഒക്കെ വരും അതിന് പ്രകാരമായിട്ട്. ഫുംബ്ലിങ് ആൻഡ് ഫംബ്ലിങ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. റെഡിക്കുലസ് എന്ന് പറഞ്ഞാൽ സില്ലി ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്. വെരി അൺറീസണബിൾ ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ് റെഡിക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനുള്ള എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ആക്റ്റീവ് ആക്കുന്ന അവസ്ഥയും, അതേപോലെ ഫുംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അൺസർട്ടൈൻ, ബംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ, ബിഹേവിങ് ഇൻ എ കൺഫ്യൂസ്ഡ് വേ. എൻ്റെ ഇമേജസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോട്ട്. എക്സാമ്പിൾ ആണ്, ദോസ് ആൻസർ ആർ അൺഫ്ലട്ടറിങ് ടു ദ പ്രൊഫഷണൽ ഇമേജ് ഓഫ് IAFിൻ്റെ ഇമേജ് കുറയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. ഫ്രം ആക്ച്വലി ഹിറ്റിംഗ് ദ ഡെസിഗ്നേറ്റഡ് ടു പ്രൊവൈഡ് പ്രൂഫ് ഓഫ് ഡിസ്ട്രക്ഷൻ. The IAF seen to have lost the narrative to its Pakistani counterpart. Not to fumbling and humbling Pakistan military was near perfect, making ridiculous claims. Okay, അതാണ് അർത്ഥം. ഇത് വായിച്ചപ്പോൾ ഇതിൽ നിന്ന് ആ മീനിങ് നമുക്ക് കുറേം കൂടി ക്ലിയർ ആയി ഉണ്ടാവും. ഓക്കെ, ഫുംബിളിങ് ആൻഡ് ridiculous claims ആണ് പ്രൂഫ് ഓഫ്. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. സ്കെപ്റ്റിസം എന്ന് പറഞ്ഞാൽ ഡൗട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. എല്ലാത്തിലും ഡൗട്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഡൗട്ടിങ് ആൻഡ് ക്ലെയിം സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ദാറ്റ് ഹാപ്പൻ വിൽ ഹാപ്പൻ ആണ്. എല്ലാവരും ഡൗട്ട് ചെയ്യുന്ന അവസ്ഥയാണ് സ്കെപ്റ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് ദ പെർഫോമൻസ് ഓഫ് IAF aerial combat the next day, where it claimed to have shot down at a Pakistan Air Force F-16 fighter jet, was being received with skepticism in the most western capital. Skepticism എന്ന് പറഞ്ഞാൽ ഡൗട്ട്. വെസ്റ്റേൺ ക്യാപിറ്റൽസിൽ സംശയം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഈ എക്സാമ്പിൾ കാണുമ്പോൾ ഈ വേർഡിൻ്റെ കറക്റ്റ് യൂസേജ് നമുക്ക് ഒരു ഐഡിയ കിട്ടും, അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വേർഡാണ് ക്രംബിളിങ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ ചെറുതായി തകർന്ന്
വീഴുന്ന അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് ഓർ ഫാളിംഗ് പാർട്ട് ഇൻ ടു സ്മോൾ ഫ്രാഗ്മെന്റ്സ് എസ്പെഷ്യലി പ്രോസസ് ഓഫ് ഡിറ്ററേഷൻ കാരണം ഈ ബിൽഡിങ്ങിൻ്റെ പാർട്ടൊക്കെ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ക്രംബ്ലിങ്. ഉണ്ടോ, ഇത് പിരമിഡിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ താഴത്തേക്ക് വീഴുന്ന അവസ്ഥയാണ്. ഇതാണ് ക്രംബ്ലിങ് എന്ന് പറയുന്നത്. ഓക്കെ. റോബസ്റ്റ് പറഞ്ഞാൽ ഹെൽത്തി ആയ അവസ്ഥ, ഹെൽത്തി ആൻഡ് സ്ട്രോങ്. നമ്മുടെ റോബസ്റ്റ് പഴം അല്ല കേട്ടോ. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാവ സിമ്പിൾ ആൻഡ് പവർഫുൾ ആൻഡ് റോബസ്റ്റ് എന്ന് പറയുന്നവരല്ല, സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്നുള്ള മീനിങ് ആണ്. ഓക്കെ. റോബസ്റ്റ പഴം നിന്നാൽ നമ്മൾ സ്ട്രോങ് ആവും, ഹെൽത്തി ആവും, അതും ആലോചിച്ചാലും മതി. ഓക്കെ. അപ്പോൾ എക്സാമ്പിളിലേക്ക് എടുക്കാം. ഓക്കെ, ക്രംബിളിങ് കഴിഞ്ഞു, റോബസ്റ്റ് കഴിഞ്ഞു. ഓക്കെ. While the crumbling of institutions like parliament, judiciary and the media in recent year has lot of attentions, scholars have been shy of making robust inquiry about the conduct of armed forces and institution even more critical to the health of Indian democracy. Crumbling of judiciary and parliament, അഥവാ ഡെമോക്രസി എന്ന് ആലോചിച്ചാൽ മതി, മീഡിയത്തിൻ്റെയും. അതേപോലെ റോബസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള എൻക്വയറീസസിൻ്റെ ഒക്കെ കുറവ് കാരണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡിൻ്റെ യൂസേജ് കുറച്ചൊരു തറവായി ഉണ്ടാവുമല്ലോ. ഓക്കെ. ഇനി അടുത്ത വേർഡാണ് ബോഗി. ബോഗി എന്ന് പറഞ്ഞാൽ എന്താ? A thing that cause fear without reason. ബോഗി എന്ന് പറഞ്ഞാൽ എന്താ? A thing that cause ഫിയർ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ന്യൂക്ലിയർ ബോംബ് നമ്മൾ പൊട്ടിക്കത്തില്ല, പക്ഷെ നമ്മളതൊരു പേടിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ന്യൂക്ലിയർ ബോംബ്. ചുമ്മാ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരരുത്, വരികയാണെങ്കിൽ ഞങ്ങൾ ഇടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അവിടെയും ഇവിടെയും പ്രശ്നമില്ലാത്ത രീതിയിൽ സോൾവ് ചെയ്യും. അതാണ് ബോഗി എന്ന് ആലോചിച്ചാൽ മതി. A thing that cause fear often without reason. ഓക്കെ. ബോഗി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇമ്പ്യൂണിറ്റി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സർക്കംസ്റ്റാൻസസ് നോക്കുകയാണെങ്കിൽ വാളയാർ കേസിലുള്ള പ്രതികൾക്ക് ശിക്ഷ കൊടുത്തില്ലല്ലോ. അതേപോലെ എന്താ പറയുക, UP നടക്കുന്ന മറ്റേ റേപ്പിൻ്റെയും ഒന്നും ശിക്ഷ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ പ്രതികൾ ഫ്രീ ഫ്രം ഇതാണ് പനിഷ്മെൻറ്റിൽ നിന്നിട്ട് രക്ഷപ്പെടുകയാണ്. എക്സംഷൻ ഫ്രം പനിഷ്മെൻറ്റ്. പനിഷ്മെൻ്റ് ഇല്ലാതെ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഇമ്പ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓർ ഫ്രീഡം ഫ്രം ഇഞ്ചുറീസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് എൻ ആക്ഷൻ. ഇഞ്ചുറീസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് എൻ ആക്ഷൻ ആണ്. നമുക്കിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പനിഷ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ എന്നുള്ളതാണ് ഇമ്പ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. Okay, an example of that. The Chief of Staff Bipin Rawat on November 6 that Balakot airstrike has sent a strong message that Pakistan no longer enjoy impunity for pushing terrorists into India under the nuclear bogey. കുറേ ഐഡിയല്ലോ. പാകിസ്ഥാനിന് നമ്മൾ ഇനി ഇമ്പ്യൂണിറ്റി കൊടുക്കുന്ന പരിപാടിയില്ല. ഇമ്പ്യൂണിറ്റി നിങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ നടക്കുന്ന പരിപാടിയില്ല. പിന്നെ ന്യൂക്ലിയർ വെച്ച് നമ്മളെ പേടിപ്പിക്കാനും നോക്കണ്ട എന്നുള്ള അവസ്ഥയാണ് അതിൻ്റെ പേരും പറഞ്ഞിട്ട്. ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ടുള്ള ബോഗി. ആൻഡ് എ ന്യൂ ഇന്ത്യൻ ടെംപ്ലേറ്റ് ഡീൽ വിത്ത് ടെററിസ്റ്റ് ആൻഡ് ഇൻജക്റ്റഡ് അൺസർട്ടനിറ്റി ഇൻ പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഡിറ്ററൻസ് എന്താ? The action of discouraging an action or event through instilling fear of consequence ആണ്. നമ്മൾ ഡിസ്കറേജ് ആവുക എന്താണ്? ഇതിൻ്റെ ഫിയർ കാരണം എന്നോട് കളിക്കാൻ കഴിയുന്നില്ല പല രാജ്യങ്ങൾക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഒരു ഇടുക എന്നുള്ള നമ്മൾ ഡിസ്കറേജ് ആയി പോകുന്ന അവസ്ഥയാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ സാങ്ഷൻ കൊണ്ടുവരാൻ ഡിസ്കറേജ് ആവുന്ന അവസ്ഥയാണ്. നോർത്ത് കൊറിയയിൽ സാങ്ഷൻ കൊണ്ടുവരണം വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഇമേജ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് കൊറിയ മിസൈലും ബോംബൊക്കെ ജപ്പാനിലേക്ക് ഇടും.
ഡിസ്കറേജ് ആവുന്ന അവസ്ഥ അതാണ്. ഓക്കെ, ഇൻഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫ്യൂസ്. അല്ല, ഇൻഫ്യൂസ് വെള്ളം ഫില്ല് ചെയ്യാണ് ഇതിലേക്ക് ഇൻഫ്യൂസ് എന്നുള്ള. ഓക്കെ, ഹിൻഡർലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിമോട്ട് ഏരിയ ഓഫ് കൺട്രി അവേ ഫ്രം ദ കോസ്റ്റ് ഓഫ് മേജർ റിവേഴ്സ്. റിമോട്ട് ഏരിയ ഓഫ് എ കൺട്രി അവേ ഫ്രം ദ കോസ്റ്റ് ഓഫ് ബാങ്ക് ഓഫ് മേജർ റിവേഴ്സ് ആണ്. ഉൾനാടൻ ഗ്രാമം എന്ന് വിചാരിച്ചാൽ മതി. റിവറിന്നും ഇതിന്നൊക്കെ വിട്ട് വിട്ട് മാറി നിൽക്കുന്ന അവസ്ഥ. റിമോട്ട് ഏരിയ ആണ് ഓഫ് ദ കൺട്രി. വെള്ളവും ഇല്ല, കടലും ഇല്ലാത്ത അവസ്ഥ. എക്സാമ്പിൾ ആണ്, നൈദർ ദ സർജിക്കൽ സ്ട്രൈക്ക് ഓഫ് 2006 nor the Balakot strike have infused deterrence or alter Pakistan policy, whether in the Kashmir hinterland or LOC, where Indian security force personnel continue to lose their lives. എന്ന് പറഞ്ഞാൽ ഡിറ്ററൻസ് ഇന്ത്യക്ക് ഇത് പ്രകാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ പാകിസ്ഥാൻ്റെ പ്രശ്നം കാരണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാശ്മീരി ഇന്റർലാൻഡ്സിൻ്റെ ഉള്ളിൽ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കുറേയൊക്കെ ഒരു ക്ലിയർ ആയില്ലേ, എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള. യൂസേജാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഓക്കെ, യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡെവലപ്പായി വരും. നൈദർ ദ സർജിക്കൽ സ്ട്രൈക്ക് ഓൺ 2006 നോർ ദ ബാലാക്കോട്ട് സ്ട്രൈക്ക് ഹാവ് ഇൻഫ്യൂസ്ഡ് ഡിറ്ററൻസ് ഓർ പറഞ്ഞാൽ ഇത് രണ്ടും എന്താ, ഡിറ്ററൻസും ഉണ്ടാക്കിയിട്ടില്ല പാകിസ്ഥാൻ്റെ പോളിസിയിൽ. ഇപ്പോഴും അതേപോലെ കാശ്മീരി LOCയിൽ ഇതേമാതിരി ഫയറുകൾ നടക്കുന്നുണ്ട് സെക്യൂരിറ്റി പേഴ്സൺസിൻ്റെ ഇടയിൽ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം, ഡിറ്ററൻസ് ഇതാണ് എന്നുള്ളത് ഇന്റർലാൻഡ്. അടുത്ത പ്യൂണിറ്റീവ് എന്നുള്ള എന്താ? പനിഷബിൾ എന്നുള്ളതാണ്. പ്യൂണിറ്റീവ് എന്ന് പറഞ്ഞാൽ പനിഷബിൾ, ഇൻഫ്ലിക്റ്റിംഗ് ഓർ ഇൻറ്റൻഡഡ് ആസ് പനിഷ്മെൻറ്റ്. പനിഷ്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഹവർ എക്സാമ്പിൾ ആണ്. However, the Balakot airstrike has definitely a punitive movement, a tactical act which demonstrates India's willingness to cross the threshold of air power against Pakistan that is on its mainland. ഇന്ത്യ ചെയ്തത് മറ്റെന്താണ്, പ്യൂണിറ്റീവ് ആക്ഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻലാൻഡിൽ നിന്നിട്ട് പാകിസ്ഥാനി മെയിൻലാൻഡ് പോയത് എന്നുള്ളതാണ്. ഓക്കെ, ഹിൻസൈറ്റ് അടുത്ത വേർഡാണ് ഹിൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് യു ഹാവ് എ സിറ്റുവേഷൻ ഓൺലി ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻ ആൻഡ് ദാറ്റ് മീൻ യു വുഡ് ഹാവ് ഡൺ തിങ് ഇൻ ഡിഫറെൻറ്റ് വേ. നമ്മളെ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനാണ് നമ്മൾ ഹിൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടാർഗറ്റഡ് ഓഡിയൻസ് ഹാവ് എവിഡൻസ് ഇൻ insight largely domestics and the voters at the polling booth who respond the approval. എന്താ നമ്മളെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ നടന്നു കഴിഞ്ഞതിനെ കുറിച്ചുള്ള ചിന്തിച്ചിട്ടാണല്ലോ വോട്ട് ചെയ്യുക, അതാലോചിച്ചാൽ മതി. ഓക്കെ, എസ്കലേറ്ററി എന്ന് വയലൻസ് ഇൻക്രീസ് ചെയ്യുക. ടു ഇൻക്രീസ് ദ ഇൻറ്റൻറ്റ് ഓഫ് എക്സ്റ്റെൻറ്റ് ഓർ എമൗണ്ട് ഓഫ് ടെൻഷൻ ടു വയലൻസ്. IS കാണിക്കുന്നത് എന്താ? എസ്കലേറ്റിംഗ് വയലൻസ് ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. IS കാണിക്കുന്നത് എസ്കലേറ്റിംഗ് വയലൻസ് ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ വരാം? ദ റിയൽ ഫോക്കസ് ഫ്രം 2019 ലാസ്റ്റ് ഇയർ ഷുഡ് ബി ഇന്ത്യൻ ട്രീറ്റ് പാകിസ്ഥാനി കൗണ്ടർ ത്രെറ്റ്സ് ഓഫ് firing missile at each other. An escalatory move should have taken in the conflict uncharted territory. ഇതന്നെയാണ് സംഭവം. എസ്കലേറ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ഷെനാനിഗൻസ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഡിസോണസ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ വേണ്ട, സീക്രട്ടായിട്ട് അടിച്ചു മാറ്റിയാണ് ഓരോ സാധനങ്ങൾ. അതാണ് സീക്രട്ടായിട്ട് ഡിസോണസ്റ്റ് ആക്ടിവിറ്റീസിനാണ് ഷെനാനിഗൻസ് എന്ന് പറയുന്നത്. ഷെനാനിഗൻസ് എന്ന് പറയുന്നത് സീക്രട്ട് ഡിസോണസ്റ്റ് ആക്ടിവിറ്റീസിനാണ്. ഓക്കെ, ബ്രവാഡോ എന്ന് പറഞ്ഞാൽ എന്താ?
ബ്രവാഡോ എന്ന് പറഞ്ഞാൽ എ കോൺഫിഡൻറ്റ് വേ ഓഫ് ബിഹേവിങ് ദാറ്റ് ഇൻറ്റൻഡഡ് ടു ഇംപ്രസ് പീപ്പിൾ. കോൺഫിഡൻസ് കാണിച്ച ആൾക്കാർ സംടൈംസ് ഇസ് ഹൈഡിങ് ഇറ്റ്സ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ചില സമയങ്ങളിൽ നമ്മളെ കോൺഫിഡൻസ് ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന് കാണിക്കുക, അതാണ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയെന്ന് കാണിക്കുക എന്നുള്ള പരിപാടിയാണ് മെയിനായിട്ട്. ഓക്കെ, ബ്രവാഡോ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ആണ്. ദ കൺട്രി ഷെനാനിഗൻസ്, സീക്രസിയിലുള്ള ചെയ്യുന്ന ഇൻ പാകിസ്ഥാൻ പാർലമെൻറ്റ് വാൺ ആസ് ഓഫ് those danger and force used to think of way to minimum them instead of usual dose of more bravado and boastful utterance from the political leaders എന്നുള്ള മീൻ. ബോസ്റ്റ്ഫുൾ നേരത്തെ നമ്മൾ കണ്ടാണ്, അട്ടറൻസ് നമ്മൾ നേരത്തെ കണ്ട വേർഡ്സ് ആണ്. ഓക്കെ, ഷെനാനിഗൻസ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ആയിട്ടുള്ള ഡിസോണസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ പാകിസ്ഥാൻ പാർലമെൻറ്റ് ഷുഡ് വാൺ ഓഫ് ദോസ് ഡേഞ്ചറസ് ആൻഡ് ഫോഴ്സ്. ഈ പാകിസ്ഥാൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും റെഡിയല്ല. അത് സീക്രട്ടായിട്ടുള്ള ഒരു എന്താ പറയുക ഡിസോണസ്റ്റ് ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത് പലപ്പോഴും. വേ ടു മിനിമൈസ് ദം ഇൻസ്റ്റെഡ് ഓഫ് യൂഷ്വൽ ഡോസ് ഓഫ് മോർ ബ്രവാഡോ ആൻഡ് ബോസ്റ്റ്ഫുൾ അട്ടറൻസ് ഓഫ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരും. ഓക്കെ.